നമ്മുടെ പേരെടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടിട്ട് നമ്മളൊരു ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ ജോലിക്കാരനായിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് പറയുകയാണെങ്കിൽ, ഞാനൊരു മെർസിഡസ് ബെൻസ് സി ക്ലാസ് എടുത്തു. ഇത് ഞാനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ 80 കൊല്ലം കൊണ്ടോ, ഞാനൊരു 7,500 സാലറിയിലാണെങ്കിൽ എൻ്റെ 80 ജന്മം കൊണ്ടോ എനിക്ക് ലഭിക്കാത്തതാണ് എനിക്കൊരു 8 വർഷം കൊണ്ടുള്ള കിട്ടിയത്. പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൊട്ടൻഷ്യൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത്രയും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അത്രയധികം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത്രയധികം ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് കൂടിയും ഇപ്പോഴും കുറെ ആളുകൾക്ക് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും പ്രൊഫഷണൽസ് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറട്ടെ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് അത്രയും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, എന്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, പാർട്ട് ടൈം ആയിട്ടെങ്കിലും നിങ്ങൾ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരണം. ആൻഡ് ഓഫ് കോഴ്സ് വി ആർ വെൽക്കം യു ടു മോദി കെയർ, ഇന്ത്യാസ് മോസ്റ്റ് ക്രെഡിബിൾ കമ്പനി. ഡെഫിനറ്റ് ആയിട്ടും ഈ പറഞ്ഞ പോലെ എൻ്റെ മുന്നിലൊരു വളരെ ലൈവ് എക്സാമ്പിൾ ആണ് ജിതു ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടം അദ്ദേഹം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് ജനുവരി 2024 ജനുവരി 1-ാം തീയതി കാറിന്റെ ലോഞ്ച് നമ്മളെല്ലാവരും ഓൾറെഡി ഫേസ്ബുക്ക് ലൈവിലൊക്കെ കണ്ടതാണ്. ജിതുവിന്റെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ സർക്കിളിന്റെ ടീം മെമ്പേഴ്സിനോട് എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ആ ടീം ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതൊരു ടീം വർക്കാണ്, ഇത് ഒരിക്കലും ഒരു ഒറ്റയാൾ പോരാട്ടമല്ല, ടീം വർക്കാണ്. അപ്പൊ എന്റെ ഒരു നന്ദി ടീമിനോട്. അതുപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിൽ ഒരുപാട് ട്രെയിനിങ് തന്നിട്ടുള്ള ജിഷാദ് സാറിനോട്. സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് മനസ്സുകൊണ്ട് എങ്ങനെ ഒരു സാധനത്തെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നേടാന്നുള്ള സാറ് എനിക്ക് ഇഷ്ടംപോലെ നമ്മുടെ പേഴ്സണലിയും അതുപോലെ ട്രെയിനിങ്ങിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം, ഇപ്പൊ എന്നെ കൊണ്ടുവന്ന എന്റെ ലീഡർ ആയിട്ടുള്ള വിജയ് സാർ ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. നമ്മുടെ ദിനേശ് സാറ്, അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കള്, നമ്മുടെ ഗുരുക്കന്മാർ, എല്ലാവർക്കും എന്താ പറയുക, ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഈ സമയത്ത് പറയുന്നു. എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ടീമിൽ അത് 1 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങുന്ന 100-ലധികം പേരെ എന്റെ ടീമിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതെന്റെ ഒരു ഡ്രീമാണ്. അതുപോലെ തന്നെ ഒരു 100 പേരെ കൊണ്ട് മോദി കെയർ ബിസിനസ്സിനകത്ത് കാർ എടുപ്പിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. നോർമൽ കാർസ്. അതുപോലെ തന്നെ ഒരു 15 പേരെ കൊണ്ടെങ്കിലും ഇപ്പൊ ഞാൻ എടുത്തതുപോലത്തെ ഒരു പ്രീമിയം കാർസ് അത് അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ള എന്റെ ഡ്രീമാണ്. 2030 ആകുമ്പോഴേക്ക് എന്റെ ഒരു വലിയ ഡ്രീം ഞാൻ പറയാം, എനിക്കൊരു ഹെലികോപ്റ്റർ സ്വന്തമാക്കുക എന്നുള്ളത് എന്റെ വലിയൊരു ഡ്രീമാണ്. കാരണം 7,500 രൂപ ശമ്പളത്തിൽ ഇരുന്നിട്ട് മെർസിഡസ് ബെൻസ് 8 കൊല്ലം മുന്നേ ജിതു പറഞ്ഞ ആളുകൾ ചിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് ആ 8 വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മെർസിഡസ് ബെൻസിനകത്ത് ഇരുന്നിട്ട് എനിക്ക് ഹെലികോപ്റ്റർ വരാൻ ഒരു മടിയില്ല. അപ്പൊ അത്രമാത്രം കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നമ്മള് ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുന്നത് അഗെയിൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1.5 തള്ളായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് നമ്മുടെ ശ്രീത്തിനെ കുറിച്ചാണ്. ശ്രീത്ത് ബിസിനസ്സിൽ വന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ശ്രീത്തിന് ആ ഡ്രീം ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി തുടങ്ങി. അതായത് ഇറ്റ് ഈസ് പോസിബിൾ ഡ്രീം ശരിക്കും ഇങ്ങനെ ടച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ സമയം മുതൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് ബെൻസില് ചെണ്ടോട്ടാൻ പോകണം, ബെൻസിൽ ചെണ്ടോട്ടാൻ പോകണം. ആൻഡ് 2 years ബാക്ക് അത് സക്സസ്ഫുള്ളി അത് അദ്ദേഹം അച്ചീവ് ചെയ്തു. എന്ന് പറയുന്ന പോലെ ഹെലികോപ്റ്ററും അങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. അല്ലാതെ അതൊരു കൺവിക്ഷൻ ആണ്. വേറെ രസമുണ്ട്. ഞാൻ ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ ഇതിന്റെ നിയമവശങ്ങൾ എനിക്ക് അറിയില്ല. ഇത് ഡീസൽ ആണോ, പെട്രോളാണോ അടിക്കേണ്ടത്, എവിടെ ഇറക്കേണ്ടത് ഒന്നും അറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 2030 ആവുന്ന സമയത്ത് വ്യക്തമായ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ഇപ്പൊ നാളെയോ മറ്റന്നാളോ അല്ല, നമുക്കൊരു ഓൾമോസ്റ്റ് 7 വർഷം സമയമുണ്ട് നമ്മളെടുത്ത്. ഈ 7 വർഷം കൊണ്ട് നമുക്കത് സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇൻഡസ്ട്രിയെ ശരിക്കും ഒരു ഫ്യൂച്ചർ ആയിട്ട് കാണുന്ന, അതായത് ഒരു പ്രോമിസിംഗ് ആയിട്ട് കാണുന്ന കുറെ ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും. ഇനി കുറെ ആളുകൾ സംശയത്തോടെ കാണുന്ന ആളുകളുണ്ടാവും. കുറെ ആളുകൾ ഇതൊക്കെ ശരിക്കും ഒരു ബിസിനസ് മോഡൽ ആണോ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരിക്കലും സംശയിക്കരുത്. കാരണം ഞാനും ഇതിനെ സംശയിച്ച ഒരാളായിരുന്നു. നമ്മൾ ചൂടുവെള്ളത്തിന് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പറഞ്ഞ പോലെ എന്നോട് ഇതേ മോദിക്ക് ഇന്ന് ഞാൻ മെർസിഡസ് ബെൻസ് എടുത്തിട്ടുള്ള എന്റെ എന്താ പറയുക കോൺഫിഡൻസിന് ഇത്രയധികം വളർത്തിയിട്ടുള്ള ഈ ഒരു ബിസിനസ്സിനെ, ഈ ഒരു ബിസിനസ് രീതിയെ ഞാനൊരു കാലത്ത് നെഗറ്റീവായിട്ട് കണ്ട ആളാണ്. പക്ഷെ ഇതിനകത്ത് വന്ന് ഒരു 10,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ വരുന്നത്. പക്ഷെ വന്ന് ഇതിന്റെ കൂടെ നിന്ന് സിസ്റ്റം പഠിച്ചു, പ്രോഡക്ട്സിന്റെ നോളജ് കിട്ടിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിലും നല്ലൊരു അവസരം ലോകത്തിനില്ല. അത് എനിക്ക് റിയലൈസ് ചെയ്യാൻ സാധിച്ചു. അത് നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്പനി ചൂസ് ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നല്ല മാനേജ്മെന്റും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സും നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനും ദെൻ ഒരു നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതുണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മോദിക്കൽ ഇതെല്ലാം ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു BMW ഒരു ബെൻസും ഒക്കെ ഇങ്ങനെ നമുക്ക് പാർക്ക് ചെയ്ത് സംസാരിക്കാൻ കഴിയാന്ന് പറയുമ്പോൾ, ഇതേ മാവൂർ റൂട്ടിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞു പോയത്. കാലഘട്ടം നമ്മളിങ്ങനെ പുറകോട്ട് ഇങ്ങനെ റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വലിയ ഒരു അഭിമാനം തോന്നാം.